എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വിഷയം തെമ്മാടിത്തരം കാട്ടുന്ന ആൾദൈവങ്ങളെക്കുറിച്ചാണ്. ആൾദൈവങ്ങളല്ല, ആൾദൈവങ്ങളുടെ കുപ്പായമണഞ്ഞ ചെന്നായകളുടെ കഥ. എന്തിനാണ് ഒരു ആത്മീയതയിലേക്ക് വരുന്നത്? ഇങ്ങനെയുള്ള ചെന്നായകളുടെ കഥയാണ് ഇന്ന് ഞാൻ വിവരിക്കുന്നത്. ഇപ്പം അടുത്ത് നമ്മൾ കേട്ടൊരു പീഡനത്തിൻ്റെ കഥ, അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ കാവിയും ഉദ്രാക്ഷമിട്ട് പീഡനസ്വാമികളായി മാറുന്നവർ ആരാണ്? സത്യത്തിൽ ഇവർ സ്വാമിയാണ് അതോ കപടചാരികളാണ്? ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. തുറന്നടിച്ച് പറയുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പൊന്നു മക്കൾ ആ ബെല്ല് ബട്ടനും എൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ ചാനലുകൾ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ കേട്ടാൽ എവിടെയും തലകുനിക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ എവിടെയും പരിഹാസപാത്രങ്ങളായി തീരേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ എൻ്റെ പിന്നെ തുടരുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു എന്ന് പറഞ്ഞത് ആട്ടിത്തുകിലണിഞ്ഞ ചെന്നായയുടെ കഥയാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ കഥ. ആത്മീയത. എന്നിട്ട് ആത്മീയത ജനിച്ചു വളർന്നു, അവനവന് ഇഷ്ടപ്പെട്ട ഇതിലൊക്കെ പോയി, അവിടെ പോയി, ഇവിടെ കിടന്നു, അവിടെ കിടത്തി, ചെറ്റകൾ ഇങ്ങനെയൊക്കെ നടന്ന അവസാനം രക്ഷപ്പെടാൻ ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ ഒരാൾ ദൈവം അവിടെ ഉണ്ട്. അപ്പം അവിടെ ചെന്നു, അവിടെയൊക്കെ എന്തൊക്കെ കണ്ട് ചുറ്റിപ്പറ്റി കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ ആൾ ദൈവമായി. അല്ലാണ്ട് ഇയാൾക്ക് എന്ത് കുന്തറിഞ്ഞിട്ട്? ഇങ്ങനെയുള്ള കുറച്ച് ചെറ്റകൾ നമ്മുടെ ഇടയിലുണ്ട്. ശരിയായ രീതിയിൽ ഭഗവാനും ഭഗവതിയൊക്കെ തൊട്ട് തലോടി ഉമ്മ വെച്ച് പൂജിക്കുന്നവർക്ക് കളകം വരുത്താൻ, അവരുടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് ചില അസുര വിത്തുകൾ കാഷായ വസ്ത്രം ഉദ്രാക്ഷമണിഞ്ഞ് ചെന്നായയുടെ വേഷമണിഞ്ഞ് ആട്ടുകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഉപമാരെ ചൂരിൽ വെട്ടിയിട്ട് ചോട്ടവറ കൊണ്ട് അടിച്ചു വിടുന്ന് ഓടിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അടുത്ത് നമ്മൾ കേട്ടു, നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല, ഞാൻ കേട്ടു ഒരു വാർത്ത. രോഗത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതായിട്ട് മന്ത്രവാദി പൂജയുടെ പേരിൽ. അങ്ങനെയാണ് വാർത്തകൾ. ഈച്ച എന്ന് പറയുമ്പോൾ പട്ടി എന്ന് വരുത്തുന്ന വാർത്തകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഒരു കുങ്കുമപ്പൊട്ട്, ഒരു കുറി മരിച്ച്, ഒരു മുടിയും കെട്ടിവെച്ച് നിൽക്കുന്ന ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവ ഏത് പീഡനം ചെയ്തവനാവോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് കടിഞ്ഞാണിട്ടേ പറ്റൂ. ഈ വക ചെറ്റകളെ എൻ്റെ മുന്നിൽ കണ്ട ഞാൻ കാർപ്പിച്ച് തുപ്പും. എന്തൊക്കെ എടുത്ത് അവരുടെ മുഖത്തേക്ക് എറിയും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ചെറ്റകൾ ഇറങ്ങിയിരിക്കുകയാണ്. ദേവീദേവന്മാരുടെ പേരും ഹിന്ദുക്കളുടെ മാനം കെടുത്താൻ ജന്തുക്കൾ. ഇവർക്കൊക്കെ ജന്മാന്തരം കിട്ടണം, ജന്മങ്ങളായിട്ട് കിട്ടണം. അവരാണ് സിദ്ധന്മാർ. അല്ലാണ്ട് അതെടുത്ത് ഇതെടുത്ത് ഒക്കെ മുടിഞ്ഞു കഴിഞ്ഞിട്ട് ആത്മീയതയ്ക്ക് വരുന്നവരല്ല. ജാതിയിലെടുത്ത് തൂർത്താ പോവോ? അവരേൽ പറ്റിയ ചളി തൂർത്താ പോവില്ല. അത് സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അവരെത്ര ആത്മീയപൂരിയായി ചമഞ്ഞാലും. ആരാണ് യുവമാരൊക്കെ പഠിപ്പിച്ചത്? ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം മാറുന്നു. ചേറ്റകൾ, പാരമനാറികൾ. പിന്നെ കോറെണ്ണ ഇറങ്ങിയിട്ടുണ്ട്.
നല്ല രീതിയിൽ ദേവീദേവന്മാരെ അറിഞ്ഞ് ഭജിക്കുന്നവർക്ക് കളങ്കം വരുത്താൻ ഈ ചേറ്റകൾ ഇറങ്ങിയിട്ട് കുറയണം. അങ്ങനെ കഴിപ്പുണ്ടെങ്കിൽ ഇതിനെ ഇറങ്ങണ്ട. ഇത് കഴിപ്പുള്ളവർക്ക് ഇറങ്ങാനുള്ള കാര്യമല്ല ആത്മീയത. അവിടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. ഏത് പ്രായത്തിലെ പെട്ടവരും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നവർ വേണം രുദ്രാക്ഷം കാഷായം എടുത്ത് ഇറങ്ങാൻ. അല്ലാണ്ട് നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ പൊന്തണ ആൾക്കാരൊന്നും ഇതിലേക്ക് വരണ്ട. ഈ വക ചെറ്റകളൊക്കെ അടിച്ചു ഓടിക്കണം എല്ലാവരും. ഒരു ഉദ്ദേശം എന്താണ്? ഇവർക്ക് ഇതിൽ തിന്നണം, കുടിക്കണം, പെണ്ണിനെ പിടിക്കണം, പണം സമ്പാദിക്കണം. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ. ആരാണ് ഇവരെ വളർത്തുന്നത്? ആരാണ് ഇവരെ വളർത്തുന്നത്? ഇത്തരത്തിലുള്ള ചെറ്റകളെ വളർത്തുന്നവരാരാണ്? ഭക്തന്മാരും വിശ്വാസികളും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറിയുക ആദ്യം. ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയുക. അവിടെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ഓടി പോവാണ്ട്. സത്യസന്ധമായി ഭഗവതിയോ ഭഗവാനെയോ പൂജിക്കുന്നവൻ്റെ അടുത്തേക്ക് ആരുമില്ല. ഇതുപോലെയുള്ളവരുടെ അടുത്തേക്ക് ആൾക്കാർ ഒഴുകണം. അവർക്കൊക്കെ വരണത് ഇത് തന്നെയാണ് വരുള്ളൂ. ഒരു ചെറ്റക്കുടലിൽ ദേവി ഇരിക്കണേ നിങ്ങൾ വരില്ലല്ലോ. നിങ്ങൾക്ക് മാളികയിലേക്ക് പോകണ്ടേ? അപ്പം അനുഭവിച്ചോളൊക്കെ. നിങ്ങളൊക്കെ പാവപ്പെട്ട സ്വാമിമാരെയൊക്കെ പോയി കാണും. അവർക്കൊന്നും ഈ വിചാരങ്ങൾ ഉണ്ടാവില്ല. അല്ലാത്തവരെല്ലാം സെറ്റപ്പില്ല ഇവിടെ ഇരിക്കുക, പിടിക്കാനും മാന്താനും ഭരിക്കാനും. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പറയൂ, ഞാൻ പറയുന്നത് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്തായിട്ടാണ്. എനിക്ക് ആകെ ഇത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുക. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഒതുങ്ങി പോവുകയാണ്. അത് അവർക്ക് ബഹുമാനം കൊണ്ടാണോ അതോ ഞാൻ അവരപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണെന്നൊരു ചിന്തന എനിക്ക് വരികയാണ്. കാരണം ഇങ്ങനെ കേൾക്കല്ലേ അവരൊക്കെ. അപ്പോൾ നമ്മളെ ശരിയായ രീതിയിൽ അവർ സമീപിക്കില്ല. ഇതുപോലെ കുറേ കോപ്രായങ്ങൾ കാട്ടണവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കോപ്രായങ്ങൾ കാട്ടണവരുടെ അടുത്തേക്ക് പോകാൻ ഭക്തനും വിശ്വാസികൾക്കും അവസരമുള്ളൂ. അല്ലാണ്ട് ശരിയായ രീതിയിൽ ഭഗവതി ഭഗവാനെ വിചാരിക്കുന്നവർ ചിലപ്പോൾ ഒരാഴ്ചയോട്ടമായി ഇരിക്കണ്ടാവുക. അവിടെ പോയി വണങ്ങ് നിങ്ങൾ. അവിടെ കിട്ടും നിങ്ങൾക്ക് സർവ്വതും. ഈ വക ചെറ്റകളടുത്ത് പോകാണ്ട് ഇനിയെങ്കിലും ഇതുപോലത്തെ വാർത്തകൾ വരാതിരിക്കട്ടെ ഭഗവാനെ ഭഗവതി എന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നമ്മുടെ അടുത്തേക്ക് പോലും പ്രേമമായിട്ട് പലർക്കും വരാം. ഞാൻ 16 വയസ്സിലിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ അടുത്ത് പ്രേമാർത്ഥനായിട്ട് പലരും വന്നിട്ടുണ്ട്. എന്നിട്ടും അവരെൻ്റെ മക്കളെ പോലെ, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നിങ്ങളെൻ്റെ മക്കളാണ്, നിങ്ങൾ എന്നോട് തെറ്റായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുമെന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്നെ പോലെയുള്ള നല്ല ഉത്തമനായ ഭക്തർക്ക് ഇവിടെ ജീവിക്കണം. ഇതുപോലുള്ള ചെറ്റകളെ അടിച്ചോടിക്കണം എല്ലാവരും. അതെനിക്ക് പറയാനുള്ളൂ. നമുക്ക് കാണാം.